നമ്മൾ ഏറ്റവും അധികം ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും നമ്മളെ ക്ലയൻറ്റ് നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾ സ്ക്വയർ ഫീറ്റിന് എത്ര എത്ര റുപ്പീസ് എത്ര ചാർജ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ പറയാറ് നമ്മൾ എപ്പോഴും ഡിപ്പെൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ചിലപ്പം ഓപ്പണിങ്സ് വലുതാവുന്നതനുസരിച്ച് നമുക്ക് ബീം കൊടുക്കേണ്ടി വരും. ലിൻഡൽ ഒഴിവാക്കി നമ്മൾ ബീം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കേസിൽ നമുക്ക് നോർമലി ചെയ്യുന്ന ഒരു കോസ്റ്റിന് നമുക്ക് ബീം ചെയ്യാൻ പറ്റില്ല. ലിൻഡൽ ചെയ്യുന്ന കോസ്റ്റിൽ ബീം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിൽ നമുക്ക് ആദ്യമേ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്തായാലും നമ്മുടെ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല നമുക്ക് ആ ഒരു സ്ക്വയർ ഫീറ്റ് ചാർജിൽ നമുക്ക് ചേഞ്ചസ് വന്നേക്കാം. ടീം 7 നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലയൻറ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ സൈറ്റ് പോയി വിസിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യുക. സൈറ്റ് വിസിറ്റ് ചെയ്ത് പുള്ളിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യും. അപ്പോൾ ആ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ, അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എങ്ങനെയാണോ, ഏത് ഡിസൈനാണോ നമ്മൾ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ഒരു കോസ്റ്റ് പറയാറ്. അപ്പം നമ്മളെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് വർക്ക് എന്ന രീതിയിൽ മാത്രമല്ല നമ്മൾ കൺസൾട്ടിങ് എന്ന രീതിയിലും ചെയ്യാറുണ്ട്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് ആണ്. നമ്മൾ ചെയ്യുന്ന ഡിസൈൻ എങ്ങനെയാണ്, നമ്മളെ ഭാഗത്ത് നിന്ന് എന്ത് സർവീസാണ് അവർക്ക് വേണ്ടത്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും.